പാഠം 531. നന്മകൾ ആരുടെയും കുത്തകയല്ല. സാറ് കുഴപ്പമില്ലെന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ നോക്കേണ്ട കാര്യമില്ലല്ലോ. ശരി. തഹസിൽദാർക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാള് ഒരു കൈവശാവകാശ സർട്ടിഫിക്കറ്റിന് ഒരു അപേക്ഷ കൊടുത്തിരുന്നു. കണക്ക് പ്രകാരം നാളെയോ മറ്റന്നാളോ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതി. അത് ഇന്ന് തന്നെ കൊടുത്താൽ നന്നായിരുന്നു എന്നാണ് തഹസിൽദാർ ഈ പറഞ്ഞത്. അപ്പൊ നാട്ടുകാരുടെ മുഴുവനും കാര്യത്തിൽ സകല നിയമവും പാലിക്കുന്ന മോഹനകൃഷ്ണൻ സാറ് തഹസിൽദാരുടെ അടുപ്പക്കാരന്റെ കാര്യം വന്നപ്പോ നിയമമൊക്കെ അങ്ങ് മറന്നു. നിനക്കെന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇത് സ്വജനപക്ഷപാതമാണ്, അവസരവാദമാണ്, അന്യായമാണ്. തഹസിൽദാർ ഇന്ന് കൊടുക്കണമെന്ന് വിളിച്ചു പറഞ്ഞ ഒരു സർട്ടിഫിക്കറ്റിനായി ഒരാൾ വരുമ്പോൾ അയാളോട് പോയിട്ട് പിന്നെ വരാൻ പറയുക. അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച കൊടുക്കാനുള്ള ഫയല് ഇപ്പോഴേ എടുത്തു ചെന്ന് എഴുതിക്കൊണ്ടിരിക്കുക. സാർ പിന്നെ 12 മണിക്ക് ശശാങ്കം വരുമ്പോൾ സർട്ടിഫിക്കറ്റ് എഴുതി വെച്ചില്ലെങ്കിൽ കാഞ്ചന വിവരമറിയും. ഇവിടെ ഞാനാണോ നിങ്ങളാണോ ഓഫീസർ എന്ന് അറിയണമല്ലോ. തഹസിൽദാർ വിളിച്ചു പറഞ്ഞത് പറ്റിയതല്ലേ, അല്ലാതെ നിങ്ങളെ വിശ്വാസമില്ലാഞ്ഞിരുന്നല്ല. കാഞ്ചന ക്ഷമിക്കണം. ശശാങ്കനും തഹസിൽദാരും തമ്മിൽ വലിയ അടുപ്പത്തിലായിരിക്കും. പക്ഷേ നമ്മൾ തമ്മിൽ മുൻപരിചയമില്ലല്ലോ. അതുകൊണ്ട് തഹസിൽദാർ കാണിക്കുന്ന സ്നേഹം ഞാൻ കാണിക്കേണ്ട കാര്യവുമില്ലല്ലോ. മുന്നാധാരത്തിലും ആധാരത്തിന്റെ അസലിലും 2 സർവേ നമ്പർ. സാറിനെ പോലൊരാളുടെ കൂടെ ജോലി ചെയ്യാൻ പറ്റിയത് ഞങ്ങളുടെ ഭാഗ്യം. അതെ സർ, മേലുദ്യോഗസ്ഥരായാൽ ഇങ്ങനെ വേണം. കീഴുദ്യോഗസ്ഥരായാൽ ഇന്ന് കാഞ്ചന ചെയ്ത പോലെയും വേണം. അന്യായം ആര് കാണിച്ചാലും സമ്മതിക്കരുത്. അന്യായം ആര് കാണിച്ചാലും സമ്മതിക്കരുത്. ഒന്നാമത്തേത്, മേലുദ്യോഗസ്ഥനായ തഹസിൽദാർ ശുപാർശ ചെയ്ത കാര്യമായിരുന്നിട്ട് പോലും അതിൽ നിയമപ്രശ്നമുണ്ടെന്ന് കണ്ടപ്പോൾ ചെയ്യാൻ പറ്റില്ല എന്ന് മോഹനോട് പറഞ്ഞില്ലേ? ഒരു സത്യസന്ധനായ സർക്കാർ ഉദ്യോഗസ്ഥൻ പെരുമാറേണ്ടത് ഇങ്ങനെയാണ്. രണ്ടാമത്തേത്, ഒരു തെറ്റുപറ്റി എന്ന് ബോധ്യമായപ്പോ ആദ്യം ആ തെറ്റ് സമ്മതിച്ചു, പിന്നെ തെറ്റിന് ക്ഷമ ചോദിച്ചു. അതും പോരാഞ്ഞ് ആ തെറ്റ് ഏറ്റവും ശരിയായ രീതിയിൽ പരിഹരിക്കുകയും ചെയ്തു. കാഞ്ചനെ പോലുള്ള സ്ത്രീകള് തൊഴിൽ സ്ഥലത്ത് സാധാരണ അനുഭവിക്കപ്പെടുന്നത് അവഗണനയും പരിഹാസമൊക്കെയാ. മേലധികാരികളായ ആണുങ്ങളെ കീഴുദ്യോഗസ്ഥരായ പെണ്ണുങ്ങളെ ഒരിടത്തും വകച്ചു കൊടുക്കില്ല. അങ്ങനെയുള്ളപ്പോഴാണ് മോഹനേട്ടൻ ഇന്ന് കാഞ്ചനയോട് അത്രയും പരിഗണന കാണിച്ചത്. അത് പിന്നെ അങ്ങനെയല്ലേ വേണ്ടത്. എത്ര വലിയ ശുപാർശ ഉണ്ടായാലും നിയമം വിട്ടൊന്നും ചെയ്തതെന്ന് അവരെ പഠിപ്പിച്ചത് ഞാനല്ലേ. എന്റെ മോഹനേട്ടൻ സത്യസന്ധനായ നീതിമാനായ ഒരു മഹാനായി മാറിപ്പോയില്ലേ. എങ്ങനെ മാറാതിരിക്കും മോഹനേട്ടാ? എന്റെ കൂട്ട്. ഓ അങ്ങനെ.